വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി നമ്മൾ നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ലോങ് വീഡിയോ ഇട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. വേറെ കണ്ടൻ്റൊന്നും ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ വിചാരിച്ചൊരു ഡേ ആണെന്ന്. രാവിലെ തന്നെ 9:30 ഒക്കെ ആയപ്പോൾ എണീറ്റു. കുഞ്ഞിപ്പെണ്ണ് ആദ്യം എണീറ്റു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എണീറ്റു. ഞാനും ഏട്ടനും കുഞ്ഞിപ്പെണ്ണും വീട്ടിലുള്ള ഒരു ഡേ ആയിരുന്നു അത്. അപ്പം കുഞ്ഞുപെണ്ണ് രാവിലെ എണീറ്റവടെ ഏട്ടൻ ആക്ച്വലി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ കുഞ്ഞുപെണ്ണ് എണീറ്റവടെ അച്ഛനെ പോയി തോണ്ടി. അച്ഛനെ ഡിസ്റ്റർബ് ചെയ്യുന്ന സീനാണ് ഈ കണ്ടത്. അതിനുശേഷം ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു. ഇന്നലെ ഒന്നും പ്രത്യേകിച്ച് രാവിലത്തേക്ക് സാധാരണ ഞാൻ കിടക്കുമ്പം വിചാരിച്ചിട്ടാണ് കിടക്കുന്നത്. വെച്ചാൽ എല്ലാവരെയും പോലെ തന്നെ എന്താ ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ഇന്നലെ രാത്രി വിചാരിച്ചു ഇന്ന് ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് എക്സ്പയറി ആവുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യം എഗ്ഗ് വെച്ചിട്ടുണ്ടാകുമെന്ന് വെച്ചു. പിന്നെ വെച്ചു എഗ്ഗ് വേണ്ട, രാവിലെ തന്നെ എഗ്ഗ് വേണ്ടാന്ന് വെച്ച് എഗ്ഗ് ബോയിൽ ചെയ്തു. ഓംലെറ്റ് ആക്കാണ്ട് ബോയിൽ ചെയ്തു. അപ്പം നമ്മളെ കുക്കുംബറും അതുപോലെ തന്നെ ടൊമാറ്റോയും ബട്ടറൊക്കെ വെച്ചിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അടുക്കളയിൽ ഉണ്ടായ ചെറിയ ചെറിയ പച്ചക്കറി വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കുന്ന സമയത്ത് വയറിന് ഭയങ്കര ഒരു നല്ലൊരു എനിക്കങ്ങനെ കേട്ടോ തോന്നുന്നത്, ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഈ നമ്മളെ സാധാ കഴിക്കുന്ന അപ്പവും ദോശ അങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പം ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് വിശക്കാറില്ല, ഭയങ്കരമായിട്ട് ഫില്ലായ പോലെ തോന്നും. പക്ഷേ ഇത് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിശക്കുകയും ചെയ്യും, പക്ഷെ നല്ലൊരു ലൈറ്റ് ഫീലായിരിക്കും. അപ്പോൾ അങ്ങനെ രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുവാണ്. കുഞ്ഞിപ്പെണ്ണ് അലമ്പാക്കിക്കൊണ്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വേഗം കട്ട് ചെയ്ത് ഉടായ്പ സാൻഡ്വിച്ച് ഉണ്ടാക്കുവാണ്. പിന്നെ കുഞ്ഞിപ്പെണ്ണ് നമ്മൾ ബ്രെഡൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷേ കുഞ്ഞിപ്പെണ്ണ് ഞാൻ ഗോതമ്പ് കൊണ്ടൊരു ദോശ പോലെ ഉണ്ടാക്കി വെച്ചു. ഇതുണ്ടാക്കിയതിന് ശേഷം കുഞ്ഞിപ്പെണ്ണ് ഉണ്ടാക്കി വെച്ചു. കാരണം കുഞ്ഞിപ്പെണ്ണ് ചൂടധികം തണിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാറില്ല. അപ്പം ഫ്രഷായിട്ട് തന്നെ കുഞ്ഞിപ്പെണ്ണ് ഉണ്ടാക്കും. അപ്പോൾ ആദ്യം നമ്മളെ പരിപാടിയാണ്, ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ സാൻഡ്വിച്ച് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആണ് ഏട്ടനെ വിളിക്കുന്നത്. ഏട്ടൻ എണീറ്റ് പല്ലൊക്കെ തേച്ച് വന്നു. എന്നിട്ട് നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കാര്യം ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും പിന്നെ ലഞ്ച് കഴിക്കുമ്പോൾ ഡിന്നർ കഴിക്കുമ്പോഴാണ് എല്ലാം. ഈ ടൈമിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, ഞാനും ഏട്ടനും. അതിനിടയ്ക്ക് കുഞ്ഞിപ്പെണ്ണിൻ്റെ വഴിയുള്ള ഓട്ടവും മോളോട് സംസാരിക്കലും മോളോടുള്ള കളിയൊക്കെയാണ്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് കുഞ്ഞിപ്പെണ്ണ് അവിടെ എന്തൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടാവും താഴെ. അപ്പം ആ ടൈമിലാണ് കൂടുതൽ നമ്മളെ കാര്യങ്ങളും ബാക്കി ഇപ്പം കിച്ചണിലേക്കുള്ള കാര്യങ്ങളായാലും വീട്ടിലെ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു ടൈമിലാണ്. പിന്നെ അടി കൂടുന്നതും ഈ ഒരു സമയത്ത് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആവും. ഇപ്പം എല്ലാം കൂടിയിട്ടുള്ള ഒരു ഗുഡ് ബാഡ് എന്നൊക്കെ പറയാൻ പറ്റില്ല, എന്നാലും ഗുഡ് ഇങ്ങനെ നല്ലൊരു ടൈമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത്. പിന്നെ എനിക്ക് ഇഷ്ടമല്ല ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ ഏട്ടനോട് എപ്പോഴും പറയലുണ്ട് ഫോണെടുത്ത് കയ്യിൽ വെക്കാൻ പാടില്ല എന്ന്. ഞാനും പക്ഷേ ഏട്ടൻ ഇടയ്ക്കെടുക്കും. അപ്പോൾ ഞാൻ ചീത്ത പറയും, അവിടെ വെക്കും. കാരണം ആകെ കിട്ടുന്നൊരു സമയം ഈ ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഫോൺ കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രാന്താവും. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്ന പോലെ ഒരു ഫീലായിരിക്കും ഈ ഫുഡ് കഴിക്കുമ്പോൾ ഫോണും കൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ അവരതിൽ മുഴുകിപ്പോവും. അപ്പം നമ്മളോടൊന്നും സംസാരിക്കില്ല. ഞാൻ എടുക്കാറേ ഇല്ല കേട്ടോ, ഫോണ് കഴിക്കുമ്പോൾ എടുക്കാറേ ഇല്ല. ഇൻ കേസ് വല്ല ഫോൺ കോൾ വന്നെങ്കിൽ എടുത്ത് ടേബിളിൽ വെക്കുന്ന. ഏട്ടന് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിലും ലഞ്ച് കഴിക്കണമെങ്കിലും ഡിന്നർ കഴിക്കണമെങ്കിലും ഒരു കറി പോലെ ഫോണിപ്പുറം വെക്കണം. പക്ഷെ അത് ഞാനിപ്പം പറഞ്ഞ് മാക്സിമം അങ്ങ് കുറച്ച് വന്നിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് കുറക്കുന്ന ഒരു ടൈമും ഉണ്ടാവുമെന്ന് വിചാരിക്കാം. എപ്പോഴെങ്കിലും അങ്ങനെ കുറക്കുമെന്ന് വിചാരിക്കാം. ഞാൻ എപ്പോഴും വിചാരിക്കും ഇന്ന് ഏട്ടൻ ഫോൺ എടുത്തിട്ട് വരില്ല, പക്ഷെ അന്നും എടുത്തിട്ട് വരും. പക്ഷെ അതൊരു നല്ല ശീലം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല. എനിക്കിഷ്ടമല്ല കഴിക്കുമ്പോൾ ഫോൺ എടുത്ത് വരുന്നത്. അപ്പം അങ്ങനെ ഇന്ന് എന്തൊക്കെയോ സൊറ പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അതെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ടൈമാണിനി. കുഞ്ഞിപ്പെണ്ണ് ഫുൾ സർക്കസിലാണ്.
എല്ലാ സോഫേൻ്റെ മേലെ കയറുക, AC-ൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. ആ ഒരു സമയത്ത് എങ്ങാനും വായി തുറന്നു കഴിഞ്ഞാൽ വായിലിട്ട് കൊടുക്കലാണ്. ഇപ്പം ഭയങ്കര പാടാണ് ഫുഡ് കഴിപ്പിക്കുന്നത്. കാരണം ഇപ്പം ഇരിക്കില്ല എവിടെയും. ഇപ്പം ഇരിക്കാത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ ഈ പുറകെ പോയി ഫുഡ് കൊടുക്കണം. കുഞ്ഞിപ്പെണ്ണ് നോക്കുന്നതന്നെ. അപ്പോൾ ഈ പുറകെ പോയി നമ്മൾ കുഞ്ഞിപ്പെണ്ണ് ഫുഡ് കൊടുക്കണം. കണ്ടാൽ ഇതൊക്കെ വാശിയാണ് ഫുഡ് കൊടുക്കാൻ. കളിക്കും അവിടെ ഇരുന്ന്, പക്ഷേ വായി തുറക്കില്ല. എങ്ങാനുള്ളിൽ പോയാലായി. അങ്ങനെയാണ്. എന്തൊക്കെയോ പറഞ്ഞ് ഗുഡ് ഗേൾ എന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് ഇപ്പം. അല്ലെങ്കിൽ കുറച്ച് നേരം ഡോറ് തുറന്ന് കോറിഡോറിൽ പോവും, അവിടെ നിന്ന് ഓടിക്കളിക്കും. അപ്പം കുറച്ച് ഫുഡ് കൊടുക്കും. അപ്പോൾ ഇപ്പം വളരെ കുറവാണ് ഫുഡ് കഴിക്കുന്നതും. അപ്പം നമുക്കൊരു സങ്കടമാണ് കുഞ്ഞിന് വിശക്കുന്നുണ്ടോയെന്ന്. പക്ഷേ 2-3 നേരമൊക്കെ ഫുഡ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ലാത്ത ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, എന്തെങ്കിലും ആയിട്ട് ഉള്ളിൽ പോയില്ലെങ്കിൽ നമുക്കൊരു സമാധാനക്കേടില്ലേ. അപ്പം എങ്ങനെയൊക്കെയോ ഒരു 1-1.5 മണിക്കൂറൊക്കെ ഇരുന്നിട്ടാണ് രാവിലെ തന്നെ കൊടുക്കുന്നത് ഇപ്പം ഫുഡ്. കളീൻ്റെ ഒരു പീക്ക് ടൈമാണിപ്പം. കളിക്കുക. ഈവൻ രാത്രി കിടത്തിയാൽ തന്നെ, ഉച്ചക്കായാലും ഇവിടെ ഉറക്കാൻ കളിക്കുമ്പോഴായാലും എന്താ ഉറങ്ങണ്ട, കളിച്ചാൽ മതി. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ച് കിടത്തലാണ്. അങ്ങനെ രാവിലത്തത് എങ്ങനെയൊക്കെയോ ഒരു ദോശ കഴിപ്പിച്ചതിന് ശേഷം ഏട്ടൻ പോയി കിടന്നു. ഞാനും കുഞ്ഞിപ്പെണ്ണും പിന്നെ പോയി കുഞ്ഞിപ്പെണ്ണെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവളെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ ടൈം. ഇതൊരു 11-12 മണിയൊക്കെ ആയത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ബോൾ കൊണ്ട് കുറച്ച് നേരം കളിക്കും. കുറച്ച് നേരം അവളെ വണ്ടിയിലൊക്കെ ഇരുന്ന് കളിക്കും. കുറച്ച് നേരം എൻ്റെ വന്നിട്ട് ഫോണൊക്കെ എടുക്കാൻ ശ്രമിക്കും. പക്ഷേ ഇപ്പം നമ്മൾ മാക്സിമം ഫോൺ ആൻഡ് TV കുറച്ചിട്ട് കൂടുതൽ ടൈം കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ എൻഗേജ് ആവാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോൾ TV വെക്കുമായിരുന്നു. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് അത് ഒഴിവാക്കി. അത് ഭയങ്കരമായിട്ട് കൂടുന്ന പോലെ ഫീൽ ചെയ്തു എനിക്ക്. പിന്നെ ശേഷം ഞാൻ എൻ്റെ ചെടികൾക്കുള്ള വെള്ളം ഒഴിച്ച് പുറത്തേക്കൊക്കെ നോക്കി. അതൊരു രസമാണ് കാണാൻ. ചെടിയൊക്കെ നല്ല ഇങ്ങനെ ഫ്രഷായി കിടക്കുന്നതാണ്. ചെടി കരിഞ്ഞ് കിടക്കുന്നതാണെന്ന് സങ്കടമാണ്. ഇപ്പം ക്ലൈമറ്റൊക്കെ വിൻ്റർ വരാനുള്ള ഒരു ടൈം ആയതുകൊണ്ട് നല്ല രസമാണ്. പുറത്ത് തുറന്ന് വലിയ ചൂടൊന്നുമില്ല. ചെടികൾക്കൊക്കെ നല്ല ഉന്മേഷമൊക്കെ ഉണ്ട് ഇപ്പം. അപ്പം ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി. വെയിലുണ്ട് പക്ഷേ ചൂടില്ല. അതുകൊണ്ട് നല്ലൊരു സുഖമുണ്ട് ഇപ്പം ബാൽക്കണിയിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബാൽക്കണി തുറന്നാൽ ഉള്ളിലോട്ട് ഭയങ്കര ചൂട് കയറും. അപ്പോൾ കുഞ്ഞിപ്പെണ്ണും ബാൽക്കണിയിലേക്ക് ഇപ്പം കടന്നു വരും. അതുകൊണ്ട് എപ്പോഴും അത് അടച്ചിടും. അല്ലെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്, ഇങ്ങോട്ടേക്ക് വീണ് പോകും താഴേക്ക്. അങ്ങനെ ഇതാ കുഞ്ഞിപ്പെണ്ണ് നമ്മളെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്തേക്ക് ഇത് ബാൽക്കണിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് ചാടുക അങ്ങനെയുള്ള സീനുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം അതാ ഞാൻ ഉച്ചക്കത്തെ ഇപ്പം ഞാൻ അടിച്ചിട്ടൊന്നും ഫുഡ് കൊടുക്കാറില്ല കേട്ടോ. നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ ചോറ് കൊടുക്കുന്നത്. അങ്ങനെ ചോറും പരിപ്പ് കറിയായിരുന്നു അന്ന്. അപ്പോൾ അതും കൂട്ടി ചോറ് കൊടുക്കുകയെന്ന് തിന്നൂല എന്ന് പറഞ്ഞാൽ തിന്നില്ല, വായ തുറക്കില്ല. ഇങ്ങനെ 2 ചുണ്ടും അമർത്തി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, വായ തുറക്കാണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു വിരൽ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടെല്ലാം ചോറുള്ളിൽ കയറ്റലാണ്. ഇങ്ങനെയൊക്കെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത് ഫുഡ് കഴിപ്പിക്കാനുള്ളത്. ഭയങ്കര ടെൻഷനാണ് സത്യം പറഞ്ഞാൽ. ഇവൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോൾ വിശക്കുന്നുണ്ടാവുമോ എന്നുള്ളതിൽ. പക്ഷെ അവൾ മൈൻഡ് ആക്കില്ല. അതിനുശേഷം ഫുഡ് കൊടുത്ത് കുഞ്ഞിപ്പെണ്ണെ ഉറക്കി ഞാൻ. അപ്പോഴും ഏട്ടൻ ഉറങ്ങുവാണ്. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞതിൻ്റെ ക്ഷീണമാണ്. വൈകുന്നേരം എണീക്കും എന്തായാലും എന്തോ. പിന്നെ ഞാൻ കുഞ്ഞിപ്പെണ്ണെ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ അവളെ ടോയ്സും കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞതൊക്കെ എടുത്ത് വെക്കുകയാണ്. ഫുൾ വാരി വലിച്ചെറിയും ഹോളിൽ മൊത്തം. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച ആ സമയത്ത്. അതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. ഉച്ചയ്ക്ക് കഴിച്ചതിന് ശേഷം കിച്ചണൊക്കെ ലഞ്ച് കഴിച്ചതിന് ശേഷം ഫുൾ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. കാരണം മോള് ഉറക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാറ്. ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലെടുത്ത് കയറ്റി. പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി ഗ്യാസും കാര്യങ്ങളൊക്കെ തുടച്ച് ബാക്കി വന്ന കറികളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഏട്ടന് വേണ്ട ഫുഡ് മാത്രം സെപ്പറേറ്റ് എടുത്ത് വെക്കും. കാരണം ഇതുവരെ ഏട്ടൻ കഴിച്ചിട്ടില്ല. അങ്ങനെ അത് മാത്രം എടുത്ത് വെച്ചിട്ട് എൻ്റെ പണി, ഉച്ചക്കത്തെ വരെയുള്ള പണി മൊത്തം അവിടെ നമ്മുടെ കിച്ചൺ ക്ലോസ് ചെയ്യും. അങ്ങനെ അതിന് ശേഷം നേരെ പോയി ഏട്ടനെ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ ഒന്നും ഏട്ടനെ അനങ്ങുന്നില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയും വിളിച്ച് എനിക്കൊന്നൊരു 4:30 ആയപ്പോൾ ഏട്ടൻ എണീറ്റ്. എന്നിട്ടാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത്. പിന്നെ ഇത് ഏട്ടനെ വിളിച്ചപ്പം കുഞ്ഞിപ്പെണ്ണ് അറിഞ്ഞു. കുഞ്ഞിപ്പെണ്ണ് ആ സമയത്ത് ഉറങ്ങുന്നുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണ് അറിഞ്ഞ് പിന്നെ 2 പേരും അവിടെ കുറച്ച് കളികളായിരുന്നു. അച്ഛനും മോളും സ്നേഹപ്രകടനമായിരുന്നു.
കുറേ നേരം ഏട്ടനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, കളിയൊക്കെയാണ്. പിന്നെ നമ്മൾ ഈ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം വൈകുന്നേരം ആയപ്പം നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. അപ്പം മോളെ കുറച്ച് കൊണ്ടുപോയി കളിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങോട്ടേക്ക് പോയി. പിന്നെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം പുറത്തെ ആക്ടിവിറ്റീസിന് കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു ത്രില്ലിൽ അറിയാണ്ട് വായ തുറക്കുമ്പം കഴിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഞാൻ രാത്രിയത്തെ ഫുഡൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോയി പാർക്കിലേക്ക്. ഇതൊരു സമയം ഇപ്പം വേഗം ഇരുട്ടുന്നുണ്ട്. ഒരു 6 മണി 6:30 ആകുമ്പോൾ തന്നെ ഇരുട്ടുന്നുണ്ട്. ഇപ്പം ഇത് ഏകദേശം ഒരു 6:45 7 മണിക്കുള്ളിലാണ്, പക്ഷെ തന്നെ നല്ല ഇരുട്ടി. അങ്ങനെ നമ്മളിത് പാർക്കിലേക്ക് എത്തി. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു പാർക്കിൽ. എല്ലാവരും മക്കളെയും കൊണ്ട്, ഇത് പറഞ്ഞ പോലെ എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ തന്നെയല്ല, വർക്കിംഗ് ഡേയ്സിൽ പിള്ളേരിങ്ങനെ പുറത്തു കൊണ്ടുപോകുന്നില്ലല്ലോ. അപ്പം ഈ ഒരു സൺഡേ സാറ്റർഡേ ആണ് എല്ലാവരും കൂടുതൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ പുറത്ത് വന്ന് അവരെ ഒന്ന് എൻഗേജ് ആക്കിക്കുന്നത്. അപ്പോൾ നമ്മളും പാർക്കിലേക്ക് വന്നു. കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളവളെ ഒരു ബോളൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായത്. കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം തോന്നും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. അങ്ങനെ കുറേ നേരം മോളെയും കൊണ്ട് കളിച്ചു. അവിടെ ഒരു 1 hour കളിച്ചു നമ്മൾ. അപ്പോൾ തന്നെ അവൾക്ക് വിശന്ന് തുടങ്ങി. അപ്പോൾ തന്നെ അമ്മ വെള്ളം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ വെള്ളമൊക്കെ കൊടുത്തു ആദ്യം. പിന്നെ ഞാൻ ഫുഡ് എടുത്ത് മെല്ലനെ കൊടുത്തു. അങ്ങനെ ഫുഡ് കൊടുത്തപ്പം കഴിച്ചു. അതുകൊണ്ട് ഒരു സമാധാനമായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോയ ഫുഡ് മൊത്തം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതായ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. കുറേ ആൾക്കാരൊക്കെ വായി നോക്കി കമൻറ്റൊക്കെ പറഞ്ഞ് ഞാൻ വിട്ടണം. ഒരു ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ട് അവരിങ്ങനെ ഇങ്ങനെ കഴുത്തിൽ കൈയൊക്കെ ഇട്ട് വർത്താനൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഏട്ടനോട് പറയായിരുന്നു, ഇതെങ്ങനെ ഓർമ്മയുണ്ടോ ഏട്ടന്, ഇങ്ങനെ എന്തെങ്കിലും ഒരു സീൻ ഓർമ്മയുണ്ടോ എന്നൊക്കെ പറഞ്ഞ്. അത് പണ്ടത്തെ കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ഞങ്ങളും അയവറുത്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് നല്ല ടൈമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നല്ല ക്ലൈമറ്റാണ് ഇപ്പം. അതായത് ഇനിയിപ്പം വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഭയങ്കരമായിട്ട് തണുപ്പ് വന്നിട്ടില്ല, പക്ഷേ ചൂടും മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലൈമറ്റ് നല്ല ബെസ്റ്റ് ക്ലൈമറ്റാണ്. നമ്മൾ അവിടെ പോയി ഇരുന്ന് നമുക്ക് ചൂടെടുക്കില്ല, ചെറിയൊരു ഇളം കാറ്റുണ്ട്, മോൾക്കും റിസ്ക് ഇല്ല. കാരണം ഇനിയിപ്പോൾ തണുപ്പ് തുടങ്ങുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റായിരിക്കും. അപ്പോൾ ഈ കാറ്റാകുമ്പോൾ 2 ചെവിയിലും കാറ്റടിച്ച് കയറുമ്പോൾ പെട്ടെന്ന് നമുക്ക് സിക്കാവും നമ്മൾ. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിനെ കൊണ്ട് പോകുന്നത് കുറച്ച് റിസ്ക്കാണ്. കാരണം ഇവളെന്തായാലും ക്യാപ്പോ മങ്കി ക്യാപ്പോ ഒന്നും ഇടാൻ പോകില്ല, തലയിലൊന്നും ഒരു ഹെയർ ബാൻഡ് പോലും ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും അതൊന്നും ഇടൂല. അപ്പോൾ നമ്മൾ ആ ഒരു റിസ്ക് ആലോചിച്ചിട്ട് ആ സമയത്ത് അധികം പുറത്തു കൊണ്ടുപോകാറുമില്ല, ഇങ്ങനെ ഔട്ട്ഡോർ ആക്ടിവിറ്റിക്ക് കൊണ്ടുപോകാറുമില്ല. അപ്പം ഇത് ബെസ്റ്റ് ടൈമായിട്ട് തോന്നി, ഈ ഒരു വെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ടൈം. അങ്ങനെ ഇതാ കണ്ടോ, കുഞ്ഞിപ്പെണ്ണ തിന്നിക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. വേഗം വായ തുറന്ന് കഴിച്ചു. അതുകൊണ്ട് എനിക്കൊരു സമാധാനമായിരുന്നു. പക്ഷേ എന്നും വരാൻ പറ്റിയെങ്കിൽ നല്ലതായിരുന്നേനെ, പെട്ടെന്ന് കഴിക്കുമല്ലോ എന്ന് ആലോചിച്ചു. അതിനുശേഷം നമ്മളിതേ വീട്ടിലേക്ക് തന്നെ തിരിക്കുവാന്ന്. അപ്പോൾ അവിടെ ഒരു ചാറ്റ് ഷോപ്പ് കണ്ടത്. അങ്ങനെ ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ എനിക്കൊന്ന് ബേൽപൂരി എന്നങ്ങനെ പറഞ്ഞു, പക്ഷേ ഏട്ടൻ എന്നോട് പറഞ്ഞു ഇതൊരു മസാലപ്പൂരിയാണ്. കാരണം എനിക്ക് ഇതിൻ്റെ എല്ലാം ഇഷ്ടമാണ്, പക്ഷേ കറക്റ്റ് പേരറിയില്ല എന്നേ ഉള്ളൂ. അതും കൂടി കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് ഇതൊരു സൺഡേ ഡേ ആണിത്. അപ്പം ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.